ഈ ഒരു പ്യുവർ മൊഡാൾ സെറ്റ് നിങ്ങൾ പലതവണ ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതുപോലുള്ള ഡ്രസ്സുകളെല്ലാം നമ്മുടെ ഇവിടുത്തെ ഡ്രസ്സുകളെല്ലാം എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഞാൻ ഈ ഡ്രസ്സ് ഇടുമ്പോൾ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് ചോദിക്കും. ഞാൻ കുറേ നാൾ മുമ്പ് കൊടുത്തിരുന്നൊരു ഓർഡറാണ്. ഇപ്പം നമുക്കിത് വന്നിട്ടുണ്ട്. 4 ബ്യൂട്ടിഫുൾ കളേഴ്സ് വന്നിട്ടുണ്ട്. പ്യുവർ മൊഡാലിൽ വന്നിട്ടുള്ള 4 ഡിഫറെൻറ്റ് സെറ്റ്സ്. ഒരെണ്ണം ഞാൻ വേറെ ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ 2600 റേഞ്ചാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. ചെറിയ മിറേഴ്സും കൂടി വെച്ച് ഭയങ്കര ക്ലാസ്സിയാണ്. നല്ല റിസോർട്ടാണ് വെയർ ചെയ്യുമ്പോഴും. അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു കളർ ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ഷെയ്ഡ്. ബ്ലാക്ക് നമുക്ക് അന്ന് വന്നിരുന്ന റൈറ്റ്. ഞാൻ തയ്ച്ചത് വൈറ്റ് ആണെന്നേ ഉള്ളൂ. ഇതെല്ലാം എനിക്കിഷ്ടമായി. ഞാനിതിലെ എല്ലാം ഓരോന്നെടുത്ത് തയ്ക്കണമെന്ന് വിചാരിക്കും. അത്രയും നല്ല കളേഴ്സ്. ഇപ്പോഴത്തെ ഈ 2026 കളറാണ് ഈ ടീൽ കളർ. ടീലിൽ നമുക്ക് ട്രെൻഡിങ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടീൽ കളറാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. അപ്പോൾ 4 ഷെയ്ഡ്സും ബ്യൂട്ടിഫുള്ളാണ്. ഡീറ്റെയിലിംഗ് പറയാനാണെങ്കിൽ ഫസ്റ്റ് വൺ ഇത് തന്നെയാണ് പാറ്റേൺ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഫ്രണ്ട് പാറ്റേൺ ഡിഫറെൻ്റ് ഉണ്ടോ എന്ന് നോക്കിയൊക്കെ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം വാഷ് ചെയ്ത് നോർമൽ ഹാൻഡ് വാഷാണ് ചെയ്യുന്നത്. ഒരു പ്രശ്നമില്ല. ഹാൻഡ് വാഷ് ചെയ്ത് ഒത്തിരി തവണ യൂസ് ചെയ്തിട്ടുള്ള സെറ്റാട്ടോ. ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ. ഞാൻ എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. അതെ, ഇതിൽ ചെറിയ എനിക്കൊന്ന് പ്രിൻറ്റ് വേരിയേഷൻ ഉണ്ടല്ലേ. ചെറിയൊരു പ്രിൻറ്റ് വേരിയേഷൻ ഉണ്ട്. പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ലോങ് ആണ്. അടിപൊളിയായിട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കാരണം ഇട്ടേക്കുന്ന കാണുമ്പോൾ അറിയാമല്ലോ എൻ്റെ കംഫർട്ട്. ഭയങ്കര കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. സ്ലീവ്സിലേക്ക് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ തയ്ച്ചേക്കുന്നത് കാണുമ്പോൾ അറിയാമല്ലോ. ലൈനിങ് വെച്ചിട്ട് തയ്ച്ചേക്കുന്നത്. ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർക്രേപ്പ് ലൈനിങ് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഇടാനും ഭയങ്കര കംഫർട്ടാണ്. സ്ട്രെയിറ്റ് പാൻ്റാണ് തയ്ച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ വെച്ച് കാണിക്കും. ഇതുപോലെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതാട്ടോ. ഞാൻ വേറെ ചെയ്തേക്കുന്നത് സെയിം ദുപ്പട്ടയാണെന്ന് തോന്നുന്നു. ചെറിയ എന്തോ സ്ലൈറ്റ് വേരിയേഷനുള്ളൂ. എങ്കിലും ഇത് കാണിക്കാം. ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. നല്ല ലെങ്ത്ത് വിടുത്തുണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ്. 2600 ആണ് റേറ്റ്. ഡീറ്റെയിലിംഗ് കാണാം. നെക്സ്റ്റ് വൺ ഈ ഒരു കളറാണ്. ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ 2026 ട്രെൻഡി കളറായിട്ട് വരുന്ന ട്രാൻസ്ഫോർമേറ്റീവ് ടീൽ എന്ന് പറയുന്ന കളറാണ്. ആ ഒരു കളറാണ് കേട്ടോ ഇത്. നല്ല ഭംഗി. ഇതിനെക്കാട്ടി കുറച്ചുകൂടി ലൈറ്ററാണ് ആ ഒരു ഷെയ്ഡ്. എന്നാലും ടീൽ ബ്ലൂ ഇനി ട്രെൻഡിങ് ആയിട്ട് വരുന്ന കളറാണ്. സ്ലീവ്സിലേക്ക് വരുന്നത് ഇത് ഭംഗിയാന്ന് നോക്കി. യോക്കില ഗ്രേ ഷെയ്ഡും കൂടി വന്നിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയെക്കാട്ടിൽ കൂടുതൽ ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. വെയർ ചെയ്യുമ്പോഴേ നല്ല രസവുമാണ്. നല്ല സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യാം. ബോട്ടം സാൻഡൂണ്. സിൽക്കിയാണ്, ഫ്ലോയി ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതിലേക്ക് വൈറ്റ് കളറും കൂടി വന്നിട്ട് അത്ര ഭംഗി. ദുപ്പട്ട ആൻഡ് ബോട്ടം. ലാസ്റ്റ് കളർ ഇതൊരു റെയർ ഷെയ്ഡാട്ടോ. 4 ഷെയ്ഡ്സ് എന്നുള്ളത് നമുക്ക് നോർമൽ വാഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അയൺ ചെയ്യുമ്പോൾ മിറേഴ്സ് ഉള്ളതുകൊണ്ടൊന്ന് തിരിച്ചിട്ട് അയൺ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും പ്രശ്നമില്ലാത്ത ഫാബ്രിക്കാണ്. ദുപ്പട്ട ആൻഡ് ബോട്ടം. അപ്പോൾ 4 ഷെയ്ഡ്സാണ്. വേഗം ഒന്ന് ബുക്ക് ചെയ്തു. അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ്. സൈറ്റ് ID glitzindia.in. അതല്ലാന്നുണ്ടെങ്കിൽ 3 വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.